കൂട്ടുകാരെ, മുകളിൽ കിടക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതാണ്, ഫ്രീ സൗണ്ട് റെക്കോർഡർ. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ആ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഒരു ഇൻസ്റ്റാളർ ലഭ്യമാകും. അതിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൈസൻസ് അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഉള്ള റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ടൂൾ ബാർ ഇൻസ്റ്റലേഷൻ ആവശ്യമില്ലെങ്കിൽ ആ ടിക്ക് എടുത്തു കളഞ്ഞതിനു ശേഷം വീണ്ടും അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ സൗണ്ട് റെക്കോർഡർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയപ്പെട്ടു. ഈ കാണുന്നതാണ് റെക്കോർഡർ. ഇതിൽ റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കാണുന്നതാണ് റെക്കോർഡ് ബട്ടൺ. പ്രസ് ചെയ്തതിനു ശേഷം റെക്കോർഡ് ചെയ്യുക. ആ സമയം നമ്മൾ മൈക്കിലൂടെ പറയുന്ന എല്ലാ വോയിസും ഈ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്ത ഫയൽ താഴെ ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കോപ്പി കറന്റ് ഫയൽ ടു എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ആവശ്യമുള്ളിടത്തേക്ക് കോപ്പി ചെയ്യാം. തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ ഡെസ്ക്ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം റെക്കോർഡർ ക്ലോസ് ചെയ്യാം. ആവശ്യമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ആ ഫയൽ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്താൽ മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത ഘട്ടം അപ്ലോഡിംഗ് ആണ്. അതിനായി kiwi6.com എന്ന സൈറ്റിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അഡ്രസ് kiwi6.com. അതിൽ ബ്രൗസ് എന്നൊരു ബട്ടൺ ലഭ്യമാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഒരു ബ്രൗസിംഗ് വിൻഡോ പ്രത്യക്ഷപ്പെടുകയും ആ വിൻഡോയിൽ നിന്നും നമ്മൾ എവിടേക്കാണോ ആ ഫയൽ സേവ് ചെയ്തത് ആ ഫയൽ സെലക്ട് ചെയ്ത് സേവ് ഓപ്ഷൻ കൊടുത്താൽ അത് ബ്രൗസറിൽ കാണപ്പെടാം. അതിനുശേഷം സ്റ്റാർട്ട് അപ്ലോഡ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഫയൽ വെബിലേക്ക് അപ്ലോഡ് ആവപ്പെടും. അപ്ലോഡിംഗ് പൂർണ്ണമായാൽ ഉടൻ തന്നെ ഒരു ലിങ്ക് അവിടെ പ്രത്യക്ഷമാകുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയലിന്റെ പ്രിവ്യൂ നമുക്ക് ലഭിക്കും. പ്ലേ ബട്ടൺ അമർത്തി ഒന്നുകൂടി നമുക്ക് റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പാക്കിയ ശേഷം ഇതിൽ എംബഡഡ് എന്നൊരു ടാബ് ഉണ്ട്. അതിൽ പ്രസ് ചെയ്താൽ മ്യൂസിക് പ്ലെയർ എന്നൊരു ഭാഗം കാണാം. അതാണ് നമ്മുടെ പ്ലെയറിന്റെ എംബഡഡ് കോഡ്. അത് കോപ്പി ചെയ്തതിനു ശേഷം ഏത് ഡിസ്കഷനിലാണോ നമുക്കത് പോസ്റ്റ് ചെയ്യേണ്ടത് ആ ഡിസ്കഷനിലെ റിപ്ലൈ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ മുകളിൽ മൂന്നാമതായി കാണുന്ന മീഡിയ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന വിൻഡോയിൽ നമ്മൾ തൊട്ട് മുൻപ് കോപ്പി ചെയ്ത എംബഡഡ് കോഡ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ആഡ് റിപ്ലൈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ പ്രത്യക്ഷപ്പെടും. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യപ്പെടും. പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.